നമ്മളൊരു കാര്യം കാണിക്കാൻ മറന്നുപോയായിരുന്നു. നമ്മുടെ അഹൂജ സ്പീക്കറിൻ്റെ നമ്മുടെ മറ്റേ മാനുവലില്ലേ, നമ്മുടെ ഒരു മാനുവലുണ്ടല്ലോ, അഹൂജ സ്പീക്കറിന് കിട്ടുന്ന ഒരു മാനുവൽ. അപ്പോൾ ആ മാനുവലാണിത്. നമ്മുടെ SK12FRX ആണല്ലോ നമ്മുടെ ഈ സ്പീക്കർ. ഇത് 8 ohms സ്പീക്കറാണ്. ഇത് SK12FRX Z എന്ന് പറയുന്നത് 16 ohms. അത് നമ്മുടെ 250 ബോക്സ്, അഹൂജയുടെ SRX 250 ബോക്സിൻ്റെ സ്പീക്കറാണ് SK12FRZ. ഇത് 120 ബോക്സ് വരുന്ന 8 ohmസിൻ്റെ സ്പീക്കർ, ഇത് 16 ohmസിൻ്റെ സ്പീക്കർ. പിന്നെ നമ്മുടെ സ്പീക്കറിൻ്റെ ഫോട്ടോഗ്രാഫ് നമ്മുടെ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബാക്കി സ്പെസിഫിക്കേഷൻ ഒന്നും കാണിച്ചില്ലായിരുന്നു. ഇത് കണ്ടില്ലേ, ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ ഈ സ്പീക്കർ നമ്മുടെ FRX എന്ന് പറയുന്നത് 8 ohms, FRZ എന്ന് പറയുന്നത് 16 ohms. അത് 250 ബോക്സ്. പിന്നെ എന്ന് പറയുമ്പം ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ കോണിൻ്റെ എഡ്ജിനെ പറ്റി മറ്റേനൊക്കെയാണ് പറയുന്നത്. പിന്നെ അതിനകത്ത് പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ എസ്പെഷ്യലി ഫോർ യൂസ് ഫോർ കമ്പാക്റ്റ് സീൽഡ് എൻക്ലോസസ് വിത്ത് ഐദർ സ്റ്റാൻഡ് അലോൺ സ്പീക്കർ സിസ്റ്റം ഇൻ ഓർ കോമ്പിനേഷൻ വിത്ത് ട്യൂട്ടർ. നമുക്ക് ട്യൂട്ടർ ഇല്ലാതെയും നമുക്ക് ട്യൂട്ടർ ഉണ്ടെങ്കിലും നല്ല ഓഡിയോ ക്വാളിറ്റി നമുക്ക് സ്പീക്കറിൽ നിന്ന് കിട്ടും. ഇപ്പം നമ്മൾ ട്യൂട്ടർ ഇല്ലാതെ യൂസ് ചെയ്തപ്പോഴും നല്ല പെർഫോമൻസ് ആണ് സ്പീക്കറിൽ നിന്ന് വരുന്നത്. പിന്നെ ബോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഹൂജക്കാർ പറയുന്നത് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് സസ്പെൻഡഡ് സീല് വിത്ത് ബോർഡ് ഓർ പ്ലൈവുഡും വെച്ച് അതിലും ഉണ്ടാക്കിക്കോ 18 mm തിക്നെസ്സും കൊണ്ട് വേണം നമ്മൾ ബോക്സ് അടിക്കാനായിട്ട്. 18 mm തിക്നെസ്സും വെച്ച് നമ്മളൊരു ക്യാബിനറ്റ് അടിക്കാനാണ് അവർ പറയുന്നത് അഹൂജക്കാർ. പിന്നെ അതിൻ്റെ കോർണറും ജോയിൻറ്റും എല്ലാം നല്ല പെർഫെക്റ്റ്ലി സ്ക്രൂഡായിരുന്നു, സീലായിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ബാസ്, നമ്മളിപ്പോൾ പാട്ടൊക്കെ വെക്കുമ്പോൾ ബാസ് എങ്ങാനും വല്ല ലീക്കായി പോയാൽ അത് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരാതെ നല്ല പെർഫെക്റ്റ് സീൽഡാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ഓഡിയോ ക്വാളിറ്റി കിട്ടുമെന്നാണ് കമ്പനിക്കാർ ഇതിനകത്ത് പറയുന്നത്. പിന്നെ 25 mm തിക്ക് ഫൈബർ ഓർ ഗ്ലാസ് എന്നാണ് എനിക്ക് മനസ്സിലായില്ല. പിന്നെ മിനറലോ ഓൾ ഷുഡ് ബി എന്ന് വെച്ചാൽ നമ്മുടെ ഈ എന്തെങ്കിലും സബ്സ്റ്റൻസ് നമ്മൾ ബാസ് കൂട്ടാനായിട്ട് ബോക്സിനകത്ത് എന്തെങ്കിലും ഫോമോ കാര്യങ്ങളോ ഒക്കെ വെക്കുള്ളൂ, അതിനെപ്പറ്റിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വരുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, നോമിനൽ ഇമ്പിഡൻസ് 100 watts ആണ്. നോമിനൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 300 mm ആണ്. 150 watts പീക്ക് പവർ തരും എന്നൊക്കെയാണ് പറയുന്നത്. 200 watts 150 watts സെയിം ആണ്. പിന്നെ മാഗ്നറ്റിൻ്റെ വെയിറ്റ് 1.1 കിലോയാണ്. പിന്നെ അതിൻ്റെ DC റെസിസ്റ്റൻസ് 6.4 ohms. അങ്ങനെ കുറേ വോയിസ് കോയിലിൻ്റെ ഡയമീറ്റർ 1.5, മൂവിങ് മാസ് 35.23 അങ്ങനെയൊക്കെയാണ്. പിന്നെ വെയിറ്റ് വരുന്നത് 3.20 കിലോ അപ്രോക്സ് ആണ്. 3.20 കിലോയാണ് അതിൻ്റെ അപ്രോക്സ്. അപ്പം ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ വരുന്നവരെ ബൈ.